ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പലപ്പോഴും ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ മറന്നു പോകാറുണ്ട്. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഫീമെയിൽസിനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മെയിൽസിനും വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പ്രസവാനന്തര വിഷാദം. പൊതുവെ നമ്മൾ സ്ത്രീകളിൽ തന്നെ കാണാറുള്ളത്. പക്ഷേ ഇത് അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ശരിക്കും അത് എക്സ്പ്രസ്ഡ് അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ പൊതുവെ ഒട്ടും എക്സ്പ്രസീവ് അല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം പൊതുവെ ബിലീഫ് സിസ്റ്റം ചെറുപ്പം തൊട്ടേ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് ആൺകുട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, കരയാൻ പാടില്ല, ഇങ്ങനെ കുറേ ബിലീഫ് സിസ്റ്റം കൊടുക്കാറുണ്ട്. അതിപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇത് കാരണം ഈ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പലപ്പോഴും ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ മറന്നു പോകാറുണ്ട്. ഇത്തരം മറവികൾ കാരണം ഇവർ പലതരത്തിലുള്ള ഇമോഷൻ സപ്രസ് ചെയ്ത് വെച്ച് പല രീതിയിലുള്ള ഡിപ്രസീവായുള്ള ചിന്തകൾക്ക് ഇവർക്കുണ്ടാവും. പൊതുവെ ഈ പോസ്റ്റ്മോർട്ടം ടൈമിൽ ഉണ്ടാകുന്ന സമയത്ത് കാരണം ഭാര്യ പല രീതിയിലുള്ള ഇമോഷൻസ് അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടാവും. ഇതിനെ മാനേജ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനിൽ ഭർത്താക്കന്മാർ പലതരത്തിലുള്ള ഡിപ്രഷൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ച് ഇന്ന് സൊസൈറ്റി തീരെ അവെയർ അല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്.